പ്രൈം ടൈം ബിഗ് ബ്രേക്കിംഗ് 2019 പ്രളയ ദുരിതാശ്വാസ തുക തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് ദുരന്തബാധിതർക്ക് നോട്ടീസ്. സാങ്കേതിക പിഴവ് മൂലം 10,000 രൂപ അധികമായി നൽകിയെന്ന് പറഞ്ഞാണ് 5 വർഷത്തിനു ശേഷം റവന്യൂ വകുപ്പിന്റെ വിചിത്ര നടപടി. മലപ്പുറം തിരൂരങ്ങാടിയിൽ 125 കുടുംബങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. അവിടെ വളരെ മോശമാണ്. കാരണം വെച്ചാൽ എൻ്റെ വലിയ ആളില്ല പറയാനും പറ്റില്ല. കാരണം വളരെ മോശമാണ്. കാരണം ഇപ്പം എൻ്റെ ഉമ്മാൻ്റെ കാര്യം സാറേ വളരെ മോശമാണ്. കാരണം പറയാനുള്ള സങ്കടം നമുക്കാണ്. കാരണം അത് നമ്മൾ എന്തിനാ മണ്ണ് വരേണ്ട കാര്യം മറ്റേ പറയാൻ പറ്റും. കുമ്മിടക്കുണ്ട് കൊൻപോകണ്ട് കൊൻപോകാൻ പറയാം അല്ലാണ്ട് പറയാൻ പറ്റും. എല്ലാവരും പറയാൻ പറ്റുമോ? സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്? റവന്യൂ വകുപ്പ് ഇതിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? സാങ്കേതികമായ പിഴവ് എന്നാണ് പറയുന്നത്. അതിൽ എത്ര പേർക്ക് ഇങ്ങനെ അധികമായി പണം വന്നിട്ടുണ്ട്? ഇനിയിപ്പോൾ എന്നേക്കുള്ളിൽ തിരിച്ചടയ്ക്കണം. എന്താണ് അതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് ആളുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം? റിജിത്ത്, നമ്മോടിപ്പോൾ സംസാരിച്ചത് ബഷീർ എന്ന് പറയുന്ന തിരുരങ്ങാടി സ്വദേശിയാണ്. അദ്ദേഹം രോഗിയാണ്. നാട്ടുകാരുടെ ചിലവിലാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത്. അങ്ങനെയുള്ള ഈ ബഷീർ ഉൾപ്പെടെയുള്ള തിരുരങ്ങാടിയിൽ മാത്രം 125 പേർക്കാണ് ഇത്തരത്തിൽ റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഈ നോട്ടീസിൽ പ്രധാനമായും പറയുന്നത് 2019 പ്രളയവുമായി ബന്ധപ്പെട്ട് 20,000 രൂപയാണ് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. അതിൽ 10,000 രൂപ അനർഹമായാണ് ലഭിച്ചിരിക്കുന്നത്. സാങ്കേതിക പിഴവ് മൂലമാണ് അത് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോട്ടീസ് ലഭിച്ച് ഒരാഴ്ചക്കകം തന്നെ 10,000 രൂപ തിരിച്ചടക്കണം എന്നുള്ളതാണ് ഈ നോട്ടീസിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. താലൂക്ക് ഓഫീസിലാണ് ഇത് അടക്കേണ്ടത്. അല്ലാത്ത പക്ഷം റവന്യൂ റീകവറി നടത്തുമെന്നുള്ളതാണ് നിലവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രളയബാധിതർ ആകെ വളരെ വിഷമത്തിലാണ്. കാരണം ഇവർ നേരത്തെ പ്രളയവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണമെല്ലാം തന്നെ ചിലവാക്കി കഴിഞ്ഞു. പിന്നീട് 5 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു തിരിച്ചടവ് വരിക എന്നുള്ളത് വളരെ ആശങ്കയോട് കൂടിയാണ് ഇവർ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ റവന്യൂ ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോൾ അവർ പറയുന്നത് സാങ്കേതികമായി ഉണ്ടായ പിഴവാണ്, ഉദ്യോഗസ്ഥ പിഴവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പിന്നീട് ഈ അടുത്ത് നടത്തിയ പരിശോധനയിലാണ് അല്ലെങ്കിൽ ഓഡിറ്റിംഗിലാണ് ഇങ്ങനെ അധികമായി പണം പോയതായി കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ നടക്കുന്നത് എന്നുള്ളതാണ് റവന്യൂ അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2018 പ്രളയത്തിലാണെങ്കിൽ ഈ പ്രളയബാധിതർ അപേക്ഷ നൽകിയ ശേഷമാണ് അവർക്ക് പണം നൽകിയത്. എന്നാൽ 2019 അങ്ങനെ ആയിരുന്നില്ല. മറിച്ച് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തി സെലക്ട് ചെയ്ത ആളുകൾക്കാണ് പണം നൽകിയത്. അങ്ങനെ ലഭിച്ച പണമാണ് ഇത്തരത്തിൽ ഈ തിരിച്ചടക്കാൻ പറയുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം. പലരുമൊക്കെ തന്നെ വളരെ വിഷമത്തിലാണ്. കാരണം ഇവർക്ക് 10,000 രൂപ വളരെ പെട്ടെന്ന് തിരിച്ചടക്കാൻ ശേഷിയുള്ള ആളുകളല്ല പലരും. നമ്മോട് സംസാരിച്ച ആ രോഗിയൊക്കെ വളരെ വിഷമത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആവശ്യപ്പെടുന്നത് എങ്ങനെയെങ്കിലും ഈ പണം എഴുതി തള്ളണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പരാതി നൽകി സമരത്തിലേക്കും കടക്കുകയാണ്. റിജിത്ത്, സമീർ, ഇതിപ്പോൾ തിരൂരങ്ങാടി മേഖലയിലെ മാത്രം പ്രശ്നമാണോ? ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച പിഴവാണ്. അവർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ റവന്യൂ വകുപ്പ് ആലോചിക്കുന്നുണ്ടോ? അത് സംബന്ധിച്ച വിവരങ്ങൾ എന്താണ് സമീർ? റിജിത്ത്, നിലവിൽ പ്രാഥമികമായി ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് ഈ താലൂക്ക് ഓഫീസിൽ നിന്ന് സംഭവിച്ച ഒരു പിഴവല്ല, മറിച്ച് പ്രളയബാധിതർക്ക് തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ടാണ് പണം അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു നൽകിയത്. അതുകൊണ്ട് തന്നെ അവിടെ അപ്ലോഡിംഗ് ചെയ്തപ്പോഴോ മറ്റോ ഉണ്ടായ ഒരു സാങ്കേതിക പിഴവായിരിക്കാം ഇത്തരം ഒരു തെറ്റിന് കാരണമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്നാൽ എന്ത് പിഴവ് സംഭവിച്ചതാണെങ്കിൽ പോലും ഈ പാവപ്പെട്ട ആളുകളോട് പണം 5 വർഷത്തിന് ശേഷം തിരിച്ചടക്കാൻ പറയുക എന്നുള്ളത് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പാവപ്പെട്ട ആളുകളാണ് ഇവിടെയൊക്കെ തന്നെ കഴിയുന്നത്. ഇവർ പ്രധാനമായും 2019 പണം ലഭിച്ച സമയത്ത് തന്നെ ഇവരുടെ വീടുകൾക്കുണ്ടായ കേടുപാടെല്ലാം തന്നെ ഈ പണം എല്ലാം ഉപയോഗിച്ച് പരിഹരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യമാണ്, തങ്ങൾ നിരപരാധികളാണെന്നുള്ള ചോദ്യമാണ് അല്ലെങ്കിൽ കാര്യമാണ് ഇവർ പറയുന്നത്. ജില്ലയിൽ നിലവിൽ 500ഓളം പേർക്ക് മലപ്പുറം ജില്ലയിൽ മാത്രം ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് തിരുരങ്ങാടി, തിരുവനന്തപുരത്ത് നിന്നാണ് പണം വന്നെങ്കിലും അതിന്റെ വിവരശേഖരണവും അതിന്റെ കാര്യങ്ങൾ കൈമാറിയിരിക്കുന്നതൊക്കെ അവിടെയുള്ള ഉദ്യോഗസ്ഥരായിരിക്കുമല്ലോ. അത് അങ്ങനെ വളരെ എളുപ്പത്തിൽ പറഞ്ഞൊഴിയാവുന്നതാണോ ഉദ്യോഗസ്ഥർക്ക്? അത്
റിജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. തിരുവങ്ങാടി താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഇവരുടെ വീടുകളിൽ പരിശോധന നടത്തി വെരിഫൈ ചെയ്ത ശേഷമാണ് ഇത്തരത്തിൽ ഇവരെ സെലക്ട് ചെയ്യുകയും ഇവർക്ക് പണം ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇവർക്കും ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇവർ അപ്ലോഡ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ പണം അയക്കുന്ന സമയത്ത് 2 തവണ അപ്ലോഡ് ചെയ്ത് പോയതാകാം അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയി പോയതാകാം എന്നുള്ളതാണ്. എങ്കിലും അത് 5 വർഷത്തിന് ശേഷം കണ്ടെത്തുന്നു. അങ്ങനെ 5 വർഷത്തിന് ശേഷം അത് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ തിരിച്ചടച്ചില്ലെങ്കിൽ റീകവറി നടത്തുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ നോട്ടീസ് നൽകുന്നു. ഇതൊക്കെ വളരെ ആശങ്കയോട് കൂടിയാണ് നിലവിൽ ഈ നാട്ടുകാർ ഇതിനെ കാണുന്നത്. ഏതായാലും നാളെ തിരുവങ്ങാടിയിൽ അദാലത്ത് നടക്കുന്നുണ്ട്. അദാലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ വരും. അപ്പോൾ എന്ത് നടപടിയായിരിക്കും മന്ത്രിമാർ അടക്കമുള്ളവർ സ്വീകരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗും സമരവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയൊക്കെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. റിജിത്ത്, സമീർ, ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സജീവമായി ഇപ്പോൾ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പരാതികളുടെ എണ്ണം കൂടി വരുന്ന പശ്ചാത്തലമുണ്ട്. സമീർ സൂചിപ്പിച്ച കണക്കുകൾക്ക് അപ്പുറത്തേക്ക് കണക്കുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അതിൻ്റെ പരിശോധനയിലാണ് ബന്ധപ്പെട്ടവർ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് മുസ്ലിം യൂത്ത് ലീഗൊക്കെ ആലോചിക്കുന്നത് സമീർ? റിജിത്ത്, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലായി പരാതി നൽകിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള റീകവറി നടപടിയിലേക്ക് ഉദ്യോഗസ്ഥരോ മറ്റുള്ളവരോ കടക്കുകയാണെങ്കിൽ അതിന് അനുവദിക്കുകയില്ല എന്നുള്ളതാണ് മുസ്ലിം യൂത്ത് ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. അങ്ങനെയെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് യൂത്ത് ലീഗ് വ്യക്തമാക്കുന്നത്. കാരണം തീർത്തും അന്യായമായാണ് ഇവരെ ചൂഷണം ചെയ്തത് എന്നുള്ളതാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നിലപാട്. കാരണം 2019 ആണ് ഈ പ്രളയം ഇവരെ ബാധിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് അതിജീവിച്ചു വരുന്ന ഒരു ജനത, അവർക്ക് 20,000 രൂപ 2 ഘട്ടങ്ങളിലായി സർക്കാർ നൽകുന്നു. പിന്നീട് ഇത് അവരുടെ തന്നെ സ്വന്തം പണമാണെന്ന് കരുതി അവർ ഇവയെല്ലാം തന്നെ ചിലവാക്കുന്നു. അങ്ങനെ അത് വീടിന്റെമായി ബന്ധപ്പെട്ട റിപ്പയറിങ്ങിന് മറ്റുള്ള വർക്കുകൾക്കൊക്കെ തന്നെ ഈ പണം ചിലവാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പലരും അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം അവർക്ക് അപ്രതീക്ഷിതമായ ഒരു സുപ്രഭാതത്തിൽ തഹസിൽദാർ നോട്ടീസ് നൽകുകയാണ്. ആ നോട്ടീസിൽ പറയുന്നത് താങ്കൾ 10,000 രൂപ അധികമായി കൈപ്പറ്റിയിരിക്കുകയാണ്. 10,000 രൂപ മാത്രമാണ് താങ്കൾക്ക് പ്രളയവുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ നോട്ടീസ് ലഭിച്ച് ഒരാഴ്ചക്കകം തന്നെ താലൂക്ക് ഓഫീസിലെത്തി പണം തിരികെ അടക്കണം. അല്ലാത്ത പക്ഷം റീകവറിയിലേക്ക് അടക്കുമെന്നുള്ളതാണ്. ഏതായാലും ആളുകൾ പറയുന്നത് ഇതെല്ലാം തന്നെ എഴുതി തള്ളണം എന്നുള്ളതാണ് ഈ പ്രളയബാധിതരുടെ ആവശ്യം. റിജിത്ത്.